എന്താണ് പറവൂരിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? പറവൂരിലെ വി ഡി സതീശന്റെ വസതിയിലേക്ക് നേരത്തെ മുതൽ പ്രവർത്തകർ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അരുൺ ശങ്കർ ഉണ്ട് അവിടെ. അരുൺ ശങ്കർ, കഴിഞ്ഞ ദിവസത്തെ ഒരു മൂഡിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ സതീശൻ അനുകൂലികൾ ഒരു ആഹ്ലാദ മൊമെന്റുകളിലേക്ക് ഇപ്പോൾ വരികയാണ്. അത് റിയലിസ്റ്റിക് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സതീശന്റെ ചിത്രവും അഭിവാദ്യങ്ങളുമായിട്ട് ഉറപ്പിച്ച മട്ടാണ് അനുകൂലികൾ. എന്താണ് പറവൂർ, ഇവിടെ ആലുവ ദേശത്തുള്ള വീട്ടിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ആലുവ ദേശത്തുള്ള ദേവകി എന്ന വീട്ടിലാണ് വി ഡി സതീശൻ രാവിലെ മുതൽ ഉള്ളത്. പറവൂരിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അവിടെ പോകുന്നില്ല. എന്ന് വീട്ടിൽ തന്നെ തുടരാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ടോട് കൂടി ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തെ പ്രമുഖ യൂത്ത് കോൺഗ്രസ് നേതാവുകളുണ്ട്. ഇവിടെ എന്താണ് നിങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നു? ഇത് ഉറപ്പാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. പഴശ്ശേരി നമ്മുടെ സതീശൻ എന്ന് പറയുന്ന ഇന്ന് കേരളത്തിന് തന്നെ ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയുള്ള, കാരണം വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാം ഇത്രയും എഫർട്ട് എടുത്ത് ഈ വിജയത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥ വിജയശില്പി എന്ന് പറയുന്ന വി ഡി സതീശനാണെന്നാണ്. നേതാക്കൾ തന്നെ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എല്ലാവരും ഞങ്ങളുടെ നേതാക്കളാണ്. പക്ഷേ ഇതിന് ഈ കേരളത്തിനകത്ത് ഏറ്റവും അർഹനായിട്ടുള്ളത് വി ഡി സതീശനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം വളരെ കൃത്യമായിട്ട് തന്നെ 100+ എന്ന് പറഞ്ഞാൽ ആ 100+ഉം അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു 12 മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞു. കറക്റ്റ് 12 മന്ത്രിമാർ തോറ്റു. അതേപോലെ തന്നെ 63 കേരളം കണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും വിശ്വാസം കൈവിട്ടിട്ടില്ല. ഒരു ഇതും വേണ്ട. തീർച്ചയായിട്ടും വി ഡി സതീശൻ ഇൻസൈഡ് വിവരങ്ങളുണ്ടോ? ഇൻസൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസൈഡ് ആയാലും എന്തായാലും ഞങ്ങളൊക്കെ ഒരു ഒറ്റ പ്രതീക്ഷ, ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കുറച്ചു നേരം, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. വേറൊരാൾ പറയും, അബനീഷ് ആണ്, അഡ്വക്കേറ്റ് അബനീഷ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച് നടത്തിയിരുന്നില്ല. എത്ര സമയം നടത്തി, എത്ര പേര് പങ്കെടുത്തു? ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവേ നടത്തിയിരുന്നു. അതിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് UDF പ്രവചിച്ചത് വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷൻ സർവേയാണ്. അതിനുശേഷം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആരാകണമെന്ന് സർവേ നടക്കുന്നുണ്ട്. ആ സർവേയിൽ 61% ഇപ്പോൾ നിലവിൽ വോട്ട് ചെയ്തിരിക്കുന്നത് വി ഡി സതീശന് വേണ്ടിയാണ്. മറ്റ് വോട്ടുകളെല്ലാം 15% താഴെ മറ്റുള്ള ആളുകൾക്ക് വന്നിട്ടില്ല. രമേശ് ചെന്നിത്തലയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് സണ്ണി ജോസഫും കെ മുരളീധരൻ, വേണുഗോപാൽ, അങ്ങനെയാണ് നിൽക്കുന്നത്. ഇല്ല, കെ സി 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 5ാം സ്ഥാനത്ത് പങ്കെടുത്തു. 2 ലക്ഷത്തിലധികം പേരുകൾ പങ്കെടുത്ത സർവേയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അദ്ദേഹം നടത്തിയ സർവേയുടെ റിസൾട്ട്. നിങ്ങളൊക്കെ എവിടുന്നാ? ഞാൻ വരാപ്പുഴ എന്നാണ് എൻ്റെ വരുന്നത്. ഞാനിപ്പോൾ കേരളത്തിലെ പ്രതീക്ഷയായിട്ട് വി ഡി സതീശനെ പ്രഖ്യാപിക്കുമ്പോൾ അത് ഇവിടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിനെ പ്രഖ്യാപിക്കുമ്പോൾ, അതായത് ഞങ്ങളിപ്പോൾ ഈ 10 വർഷം പ്രതിപക്ഷത്തായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷം ഈ പ്രതിപക്ഷത്തെ നയിച്ചത് വി ഡി സതീശന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഈ നാട്ടിലുള്ള ഈ UDF അനുഭാവികളെ, അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ, ഈ നാട്ടിലുള്ള സമല ജനവിഭാഗങ്ങളെയും തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചാൽ അവിടെ വലിയ ആഹ്ലാദാരവങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അവിതർക്കിതമാണ്. പക്ഷേ മുഖ്യമന്ത്രിയായി മറ്റൊരാളെയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലോ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇനിയും വന്നിട്ടില്ല. തീർച്ചയായിട്ടും അതും നമ്മൾ ചോദ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല, ആകുമില്ലേ? നിങ്ങള് അല്ല, വി ഡി സതീശന് വന്ന കേരളത്തിന്റെ പൊതുജനങ്ങളെ, കേരളത്തിന്റെ പൊതു ആഗ്രഹമാണത്. വി ഡി സതീശൻ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും കേരളം മൊത്തത്തില്. അത് ഒരു ആളുകളുടെ മൊത്തത്തിലുള്ള വികാരം അങ്ങനെയുള്ളൂ. പിന്തുണ വി ഡി സതീശനാണ് സാധാരണക്കാരുടെ പിന്തുണ. മലയാളക്കര മൊത്തത്തില് ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്. ജനത്തിന്റെ മൊത്തം വികാരം വി ഡി സതീശനാണ്. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കണ്ട, ഒരു മറിച്ച് തീരുമാനം എടുത്താൽ സുധീരനും കെ മുരളീധരനും വ്യക്തമായിട്ട് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി കറക്റ്റായിട്ട് ഹൈക്കമാൻഡ് ഭൂരിപക്ഷ നേതാക്കന്മാരും കേസിക്കൊപ്പാണ്. പക്ഷെ അവർക്ക് അറിയാലോ, കെ മുരളീധരൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ സ്ഥിതി കറക്റ്റായിട്ട് അറിയാം. എന്തായാലും വലിയ ആവേശത്തിലാണ് അരുൺ. അവിടെ തുടരണം. അവരുടെ ആകാംക്ഷ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സംഭവിക്കുക എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതാണ്.